നാളായാലോ നിന്നെ കണ്ടിട്ട്. എവിടെയായിരുന്നു? കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. നിന്റെ വർക്ക് വല്ലതും? ആ, നാളെ ഒരു പ്രൊഡ്യൂസർ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താവോ എന്തോ. ശരിയാവുന്നേ, പേടിക്കണ്ട. ആ, ശരിയാവട്ടെ സർ. അവിടെ വെച്ചോ. ശരി. ശരിയെന്ന് നടക്കട്ടെ. ഹലോ. ആ, പറയടാ. ഇല്ല, നീ അവിടുത്തെ ലൊക്കേഷൻ അയച്ചാൽ മതി. ഇല്ല, ഞാൻ വരും. ആ, ശരി. ഞാൻ ലെവൽ 11 കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. സോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അറിയാണ്ട് പറ്റിയതാ. ഐ എം റിയലി സോറി. മാം, കഴിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ എന്താ? കുടിക്കാൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, മൊഹിത്തോ ഉണ്ട്, മിൽക്ക് ഷേക്സ് ഉണ്ട്. ഒരു പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ. ഓക്കെ മാം. സാർ ഇപ്പം ഇത് ക്ലീൻ ചെയ്യാട്ടോ. ആ, ഓക്കെ ഓക്കെ. എടോ, താൻ ഇങ്ങോട്ടിരുന്നോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. കം. ഇല്ല, കുഴപ്പമില്ല. പ്ലീസ്. എടോ, തന്നെ ഡ്രിങ്കിന്റെ അത് ഞാൻ കൊടുക്കാം. നോ 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 നോ. ഇല്ല, പ്ലീസ്, എൻ്റെ ഒരു സമാധാനത്തിന്. എനിക്ക് ഒരു കാര്യം ചെയ്യും, ഞാൻ കഴിക്കാനൂടെ എന്തെങ്കിലും പറയാം. ഓക്കെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓക്കെ. നേരത്തെ എന്തോ ലെവൽ 11 പറ്റ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല. അറിയില്ലേ? ഇല്ല. സോ ലെവൽ 11 ഒരു ഡിവൈൻ നമ്പറാ. അത് നമ്മൾ അറിയാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന നടക്കുന്നോ നല്ല നടക്കുന്നോ അങ്ങനെ എന്തോ ആണ്. കുറെ റീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാ. ഓ, അപ്പൊ അമ്മാതിരി വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ല, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. താങ്ക് യു. വലിയ ട്രിപ്പിലാണെന്ന് തോന്നുന്നു. എന്താ? അല്ല, ബാഗേ. ആ, ബാഗ് അത് അഗസ്ത്യ റോഡ്. ട്രക്കിങ്ങാ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി എനിക്ക് തോന്നുന്നു കുറച്ചു കൊല്ലം മുന്നേ അവിടെ പോയതാ. വീണ്ടും പ്ലാൻ ചെയ്തു, പക്ഷെ കോവിഡ് പണി വന്നു. സെയിം ഹിയർ. അഗസ്ത്യ റോഡ് മാത്രമല്ല, കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, ഒക്കെ പാളി. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും, അവസാന നിമിഷം എവനെങ്കിലും മുങ്ങും. പിന്നെ ബൈക്ക് എടുത്ത് അവിടെ എവിടെയും പോയിട്ട് അങ്ങ് സമാധാനിക്കും. അത് നൈസാണല്ലോ. എനിക്കങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്കാണെങ്കിലും I'm okay. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. പോണം. ആക്ച്വലി ഇറ്റ്സ് നൈസ്. വേറെ തന്നെ വൈബാ. ഇടയ്ക്ക് വണ്ടിയൊക്കെ എടുത്ത് കറങ്ങി നോക്ക്. ബേബി സ്റ്റെപ്സ്, യു നോ. ആ, പോണം. ഞാൻ ആക്ച്വലി കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ചെറിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എത്തിയത് ഹിമാചല, ധരംകോട്ട്. അവിടെ ലോക്കൽസിൻ്റെ കൂടെ താമസിച്ച് അവരുടെ കൂടെ ട്രെക്കൊക്കെ ചെയ്ത് അടിപൊളി വൈബായിരുന്നു. ഈ ഹിമാലയൻ ബൈക്ക് ട്രിപ്പൊക്കെ അല്ലേ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള സ്ഥലങ്ങളാ. പക്ഷെ തൽക്കാലം ആതിരപ്പള്ളിയും വാഴച്ചാലൊക്കെ തന്നെ എൻ്റെ ഹിമാലയൻ. ഞാൻ ആക്ച്വലി അടുത്ത സീസണിൽ ഓലി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വാല്യൂ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള. അത് തന്നെ. സോ ഹരിദ്വാർന്നൊരു 5-6 ഡേയ്സിന്റെ ട്രാവൽ ഉണ്ട് എന്ന് അറിഞ്ഞത് ഈ വാല്യൂ ഫ്ലവേഴ്സിന്റെ അങ്ങോട്ട്. അപ്പൊ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നോക്കണം. മേ ബി നെക്സ്റ്റ് ഇയർ. ചേട്ടാ, അയച്ചുണ്ടേ. അപ്പൊ ശരി. ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു. ബൈ. അതെ, ഈ ബസ് സ്റ്റാൻഡ് വരെ ഞാനും കൂടി വന്ന. അല്ല, വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോ നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് സ്റ്റോപ്പ് ആയപ്പോ അല്ല കുഴപ്പമില്ലെങ്കിൽ.
എനിക്ക് ആ സിഗ്നൽ അങ്ങോട്ട് കത്തിയില്ലായിരുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ആ ചോദിച്ചോ. സോ നിങ്ങൾ ഈ ആമ്പിള്ളേരുണ്ടല്ലോ, ഗേൾസ് കുറച്ചൊന്ന് സംസാരിച്ചതാവുമ്പോ തന്നെ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവൂലേ? കറക്റ്റാണ്. ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ ജനറേഷനിലൊക്കെ സത്യമാണ്. അതങ്ങനെ അതിപ്പം എങ്ങനെ പറയും? ആ, അവിടെ ഒരു ചായക്കടയിൽ ഒരു സുന്ദരനായ പയ്യൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന കരുതുക. ഇപ്പുറത്ത് തന്നെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി നടന്നു വരും. ഓ, she is just being nice. That's true. ഞങ്ങളോടൊന്നും അവരങ്ങനെ നൈസായിട്ട് പെരുമാറത്തോണ്ടായിരിക്കും. ഇത്രയൊക്കെ മതി ഞങ്ങൾക്ക് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കാം. That's just pathetic. Again true. അപ്പോ ഞാൻ കുറച്ച് സൂക്ഷിക്കുന്നല്ലേ? ഇല്ല, താനൊക്കെ സേഫാ. താനിങ്ങനെ ഒറ്റയ്ക്ക് ട്രിപ്പൊക്കെ പോകുന്നത് വീട്ടിലൊക്കെ കൂളാണോ? അല്ല, പൊതുവേ നമ്മുടെ നാട്ടില് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ട്രിപ്പിന് പോവാന്ന് പറഞ്ഞ പ്രശ്നമൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങനെ. ഏയ്, എന്റെ വീട്ടുകാർ സൂപ്പർ കൂളാ. എന്നെ പണ്ട് മുതലേ ഇൻഡിപെൻഡന്റ് ആയിട്ടാ വളർത്തിയത്. പിന്നെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളി. സോ ഐ വർക്ക് റിയലി ഹാർഡ്, മേക്ക് സം മണി, കുറച്ച് സേവ് ചെയ്യും, ട്രാവൽ ചെയ്യും, അങ്ങനെ. എല്ലാ മാസം ശമ്പളം കിട്ടുന്നവർക്ക് എന്താണോ ചെയ്യാല്ല. അല്ല, ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടിയാ ഇങ്ങനെ ആലോചിക്കുന്നത് തെറ്റില്ലെന്ന് പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാ what do you do? ഞാൻ സിനിമ ഫീൽഡിലാ, അസിസ്റ്റന്റ് ഡയറക്ടറാ. എന്നിട്ടാണോ? സിനിമാക്കാരിലൊക്കെ നല്ല പൈസയല്ലേ? അത് ടോപ്പിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റിനും ഒക്കെ അല്ലേ ഉള്ളൂ. അസിസ്റ്റൻസിന്റെ ഒക്കെ പട്ടിപ്പണിയാ. വലം കിട്ടിയാ കിട്ടി. ഓ, ഡാർക്ക്. എന്നെങ്കിലും ഒക്കെ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പോക്ക്. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ കുട്ടിക്കാലത്തെ ഈ കുറേ കാശുണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് വിചാരിക്കില്ലേ? വലുതാകുമ്പോഴാണ് മനസ്സിലാവണ ആ പാവപ്പെട്ടവരാണ് നമ്മളെന്ന്. സത്യം. So, this is it. ബസ് കയറ്റി വിടാൻ ഞാൻ കൂടെ വന്നാൽ കൊഞ്ചം ഓവറാവോ? കൊഞ്ചല്ല, നല്ലോണം ഓവറാവും. ഓവറാവല്ലേ? അപ്പോ താങ്ക് യു. ഐ റിയലി ഹാഡ് എ ഗുഡ് ടൈം. ഓക്കേ, ശരി, ബൈ. ബൈ. അതെ, പേര് പറഞ്ഞില്ല. ഇനി കാണുമ്പോ പറയാം. കാതിൽ മൂളും രാഗം പോലെ കവിതയായി വന്നു നീ
രാവിൽ ദൂരെ മായും താരം മിഴികളിൽ പൊലിയുമോർമ്മയായി നീ മൂകമായി പകലിരവുകളുരുകവേ എന്നുയിരായി നീ എന്നിലായിരമാശകളേകി നീ ഓരോ നോക്കിലും ഓരോരോ സ്വപ്നങ്ങളായി അരികിൽ വന്നു വെഞ്ചാരി നീ ആരാവിൽ ഞാൻ കണ്ണ പൊൻതാരകം പോയി മറഞ്ഞുവോ ദൂരെയായി ആരു നീ ഓമലേ എവിടെ മാഞ്ഞു പോയി നീ അലസമായി ഞാൻ ഒഴുകവേ അലയുമീ നിലാവു പോലെ ഞാൻ ഹലോ, ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? ആ, ബസ് സ്റ്റാൻഡ് അടുത്തുള്ള അത് തന്നെ. ആ, MCP. ഓക്കെ, ശരി ശരി. ഏയ് അഗസ്ത്യകൂടം, എന്നെ മനസ്സിലായില്ലേ? അന്ന് കഫേയില് രാത്രി ആ മനസ്സിലായി. എങ്ങനെ ഉണ്ടായിരുന്നു അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ഒക്കെ? നല്ലായിരുന്നു. ഒന്ന് അപ്പുറത്തേക്ക് വെക്കോ? ഓ, ആരടിയത്? അത് വലിയ കഥ ചേച്ചി, ഞാൻ വന്നിട്ട് പറയാം. ഒന്നെടുത്തേക്കണേ. ഇവള് ട്രക്കിങ്ങിനൊക്കെ പോവോ? സത്യം പറഞ്ഞാൽ നമ്മളിനി ഒരിക്കലും കാണൂലെന്നാ ഞാൻ വിചാരിച്ചേ. ഞാനും. താൻ ഇവിടെ വർക്ക് ചെയ്യാ? അന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെന്തോ വിചാരിച്ച്. പിന്നെ എപ്പ എത്തി? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്ന? എടോ, ഞാൻ അഗസ്ത്യാർകൂടം പോയില്ല. പോയില്ലേ? ഞാനത് വെറുതെ പറഞ്ഞ. എന്നുവെച്ചാ? ഞാൻ അന്നൊരു കൂട്ടുകാരിയുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. താൻ ബാഗൊക്കെ കാണിച്ച് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ജസ്റ്റ് വെന്റ് ലോങ് വിത്ത് ഇറ്റ്, യുനോ. ഒന്ന് വെറുതെ ജീവിച്ചു നോക്കിയതാ. എങ്ങോട്ടും പോകാനോ പറ്റുന്നില്ല, അറ്റ്ലീസ്റ്റ് അങ്ങനെ പറയാന്നെങ്കിലും വിചാരിച്ചു. താനില് പറഞ്ഞ വീട്ടിൽ ഭയങ്കര കൂളാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. അതൊക്കെ അതെ, പക്ഷെ ലൈക്ക് യുനോ ട്രിപ്പ് പോകാൻ അത് മാത്രം പോരല്ലോ. അപ്പൊ പറഞ്ഞത് ഫുൾ തള്ളായിരുന്നല്ലേ? 100%. സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. താങ്ക്സ്. അത് ട്രിപ്പ് പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ട്രാവൽ ഷോസ്. എടോ, തന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സോറി. ഛേ, സോറി ഒന്നും വേണ്ട, അത് വിട്. താനപ്പോ ശരിക്കും എവിടെയും ട്രിപ്പ് പോയിട്ടില്ല? വെൽ, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ടൂർ പോയിട്ടുണ്ട്, അത്രയൊക്കെ തന്നെ. ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലായിട്ട് വേണം. അതൊക്കെ ശരിയാവും. ആ, അതിനാണല്ലോ ഞാനിങ്ങനെ കിട്ടണ ജോലിയൊക്കെ ചെയ്യണത്. അതെ, കുഞ്ഞു കുഞ്ഞു ട്രിപ്പൊക്കെ പോ, ബൈക്കൊക്കെ എടുത്തിട്ട്. ബേബി സ്റ്റെപ്സ്. ഓ, നമുക്കിട്ടുണ്ട്. പോണം. സായി. അഷ്ന. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. അതെ, ഈ ഒരേ വട്ടമുള്ളവരെ കൂടെ കൂട്ടിയാലേ ഇവ കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ. ആരുടെ അത്? അതെന്റെ ഒരു ഫ്രണ്ട്. ഫ്രണ്ടാ? കൊള്ളാം കൊള്ളാം. ഓരോ നോക്കിലും ഓരോരോ സ്വപ്നങ്ങൾ
വന്നു